ഈ ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഒരു ഹാഫ് ഷെയ്ഡ് പൊളാരിമീറ്റർ എന്ന് നോക്കാം. ഹാഫ് ഷെയ്ഡ് പൊളാരിമീറ്റർ ഇസ് യൂസ്ഡ് to calculate the specific rotation of optically active material. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ? ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ changes the direction of polarization or rotates the direction of polarization. Example, sugar solution. ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ പോളറൈസേഷൻ ഡയറക്ഷനെ റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പോൾ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ, ഒരു മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ഷെയ്ഡ് പൊളാരിമീറ്റർ യൂസ് ചെയ്യുന്നത്. Let's see the components. There is a light source, yes, then a lens, then the polarizer. Polarizer എന്ന് പറയുന്ന ഒരു നിക്കോൾ പ്രിസമാണ്. Then the half shade or biquartz. Quartz crystal ആണ് ഹാഫ് ഷെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Then the polarimeter tube. ഇപ്പോൾ ഏത് ലിക്വിഡിൻ്റെ ആണോ സ്പെസിഫിക് റൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് that liquid is filled in the polarimeter tube. ആൻഡ് ദെൻ ദ അനലൈസർ. അനലൈസർ എന്ന് പറയുന്നത് ഒരു നിക്കോൾ പ്രിസമാണ്. N2 എന്ന് നമ്മൾ പറയാം അല്ലേ, N1ഉം N2ഉം. N1 ഇസ് ദ പോളറൈസിങ് നിക്കോൾ പ്രിസം ആൻഡ് N2 ഇസ് ദ അനലൈസിങ് നിക്കോൾ പ്രിസം. ദെൻ ടെലസ്കോപ്പ് ഫോർ ഒബ്സർവേഷൻ. ഇപ്പോൾ ഈ ലൈറ്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലസ്കോപ്പ്. എന്തൊക്കെയാണ് കമ്പോണൻസ്? എ ലൈറ്റ് സോഴ്സ്, ദെൻ എ ലെൻസ്, N1 ദ പോളറൈസർ, ദെൻ ദ ഹാഫ് ഷെയ്ഡ്, ദെൻ ദ പൊളാരിമീറ്റർ ട്യൂബ്, അനലൈസർ ആൻഡ് ദ ടെലസ്കോപ്പ്. അപ്പോൾ ഇത്രയാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ടു കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് റൊട്ടേഷൻ. ആൻഡ് ദിസ് പൊളാരിമീറ്റർ ഇസ് നോൺ ആസ് ലോറൻസ് ഹാഫ് ഷെയ്ഡ് പൊളാരിമീറ്റർ. ഇതിൽ ലോറൻസ് ഹാഫ് ഷെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. therefore it is known as the Lorentz half shade polarimeter. Then what is specific rotation? സ്പെസിഫിക് റൊട്ടേഷൻ എന്താണ്? തീറ്റ ബൈ എൽ സി. തീറ്റ എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു അതാണ് തീറ്റ. എൽ ഇസ് ദ ലെങ്ത് ഓഫ് സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ പൊളാരിമീറ്റർ ട്യൂബിൽ എടുത്തിരിക്കുന്ന ആ സൊല്യൂഷൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ട്യൂബിൻ്റെ ലെങ്ത് എന്നും പറയാം. അതാണ് എൽ ഇസ് ദ ലെങ്ത് ഓഫ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമീറ്റർ. ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 ഓഫ് എ മീറ്റർ. ഒരു മീറ്ററിൻ്റെ 10/1 ഓർ 0.1 മീറ്റർ ഇസ് ഡെസിമീറ്റർ. ആൻഡ് സി ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ലിക്വിഡ് ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് യൂണിറ്റിൽ ആ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ് സി. ആൻഡ് സപ്പോസ് ദർ ഇസ് നോ ഹാഫ് ഷെയ്ഡ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹാഫ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബൈക്വാർട്സ് ഇവിടെ നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇഫ് N1 ആൻഡ് N2 ആർ ക്രോസ്ഡ്. അപ്പോൾ ക്രോസ്ഡ് എന്ന് പറയുന്നത് ഇതാണ്, രണ്ടിനെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. N1ൻ്റെ പ്രിൻസിപ്പൽ സെക്ഷൻ അതുപോലെ N2ൻ്റെ പ്രിൻസിപ്പൽ സെക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഇൻ അതർ വേർഡ്സ് ഇഫ് ദേ ആർ ക്രോസ്ഡ് എന്ന് പറയാം അല്ലേ, ക്രോസ്ഡ് കണ്ടീഷനിൽ ദർ ഇസ് നോ ലൈറ്റ്. അപ്പോൾ രണ്ടും പ്രിൻസിപ്പൽ സെക്ഷൻ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ദർ വോണ്ട് ബി എനി ലൈറ്റ് അല്ല. കാരണം എന്താണ്? N1ൽ കൂടെ വരുന്നത് N1ന് പാരലായിട്ടായിരിക്കും പോളറൈസ് ചെയ്തിട്ടുണ്ടാവുക. അത് N2ലേക്ക് എത്തുമ്പോൾ N2ന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. കാരണം എന്താണ്? N1ഉം N2ഉം പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് N2ന് ശേഷം ആ ലൈറ്റ് വരുന്നില്ല. സോ ദർ ഇസ് നോ ലൈറ്റ് ഇൻ ദ ടെലസ്കോപ്പ്. അഗൈൻ വി ഫിൽ ഇറ്റ് വിത്ത് സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ട്യൂബിൽ സൊല്യൂഷൻ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ടെലസ്കോപ്പിൽ നമ്മൾ N1ഉം N2ഉം ക്രോസ് ചെയ്ത് വെച്ചു. ദെൻ നോ ലൈറ്റ് ഇൻ ദ ടെലസ്കോപ്പ്. ആൻഡ് ദെൻ വി ഫിൽ ദ പൊളാരിമീറ്റർ വിത്ത് ദ എക്സ്പെരിമെൻ്റൽ ലിക്വിഡ്. നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ലിക്വിഡ് കൊണ്ട് പൊളാരിമീറ്റർ ഫില്ല് ചെയ്തു. ദെൻ വി ഒബ്സർവ് ലൈറ്റ് ഇൻ ദ ടെലസ്കോപ്പ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ലൈറ്റ് ടെലസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ലൈറ്റ് കാണുന്നത്? ബിക്കോസ് നൗ ദ പോളറൈസേഷൻ ഡയറക്ഷൻ ഈസ് റൊട്ടേറ്റഡ് അല്ലേ. ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ ആ ഒരു ട്യൂബിൽ ഫില്ല് ചെയ്തുകൊണ്ട് പോളറൈസേഷൻ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ അത് N2ന് പെർപെൻഡിക്കുലർ അല്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ ദർ ഇസ് ലൈറ്റ് ഇൻ ദ ടെലസ്കോപ്പ്. ആൻഡ് ദെൻ വി ടേൺ N2.
അപ്പോൾ നമ്മൾ N2 റൊട്ടേറ്റ് ചെയ്തു. N2 ഇസ് ദ അനലൈസറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അനലൈസറിനെ റൊട്ടേറ്റ് ചെയ്താൽ അതിന് വീണ്ടും സീറോ ലൈറ്റ്, നോ ലൈറ്റ് ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ കൊണ്ടെത്തിച്ചു. ആൻഡ് ദാറ്റ് ഇസ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഓഫ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അല്ല, വീണ്ടും ഡാർക്ക്നെസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് N2 എത്ര റൊട്ടേറ്റ് ചെയ്തു, അതാണ് തീറ്റ, ആംഗിൾ ഓഫ് പോളറൈസേഷൻ. അപ്പോൾ ഇത് ഹാഫ് ഷെയ്ഡ് ഇല്ലാതെയും ചെയ്യാം. ഹാഫ് ഷെയ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു 30 ഡിഗ്രി N2 തിരിച്ചപ്പോഴാണ് ഡാർക്ക്നെസ് ഒബ്സർവ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് അത് ഡാർക്ക് ആവുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. 30 ഡിഗ്രിയിൽ നമുക്ക് തോന്നും, അല്ലെങ്കിൽ 31-ൽ ഡാർക്കായെന്ന് തോന്നും, അല്ലെങ്കിൽ 32 ഡിഗ്രിയിൽ ഡാർക്കായെന്ന് തോന്നും. അപ്പോൾ അവിടെ ഒരു 2 ഡിഗ്രിയുടെ ഒരു ഷുവർട്ടി നമുക്കില്ല, അല്ല 2 ഡിഗ്രിയിൽ അത് എപ്പോഴാണ് ഡാർക്ക് ആവുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് വൈ വി ആർ യൂസിങ് ദിസ് ലോറൻസ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. പിന്നെ എന്താണ് ലോറൻസ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു. അത് നമ്മൾ എന്തുകൊണ്ടാണ് ലോറൻസ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലേ, കാരണം പോയിന്റ് ഓഫ് ഡാർക്ക്നെസ് നമുക്ക് ഒരു റേഞ്ചിലാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്, ആംഗിളിൻ്റെ ഒരു റേഞ്ചിലാണ് ഫീൽ ചെയ്യുന്നത്. സോ വി നീഡ് ടു ഗെറ്റ് ദ ആംഗിൾ പ്രിസൈസ്ലി. അങ്ങനെ പ്രിസൈസ് ആയിട്ട് എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് വി യൂസ് ദ ഹാഫ് ഷെയ്ഡ്. അപ്പോൾ ഹാഫ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഷെയ്ഡ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് 2 സെമി സർക്കിൾസ്. ഇപ്പോൾ 2 സെമി സർക്കിൾ ഷേപ്പിലുള്ള ലെഫ്റ്റ് സൈഡ് 2 മെറ്റീരിയലാണ്, ഗ്ലാസ് മെറ്റീരിയലും ക്വാർട്സ് മെറ്റീരിയലും. ഇപ്പോൾ ഗ്ലാസ് കൊണ്ടുള്ളൊരു സെമി സർക്കിൾ and then join that with another semicircle that is made up of quartz. അപ്പോൾ ഗ്ലാസ് എന്താണ്? ഗ്ലാസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, അല്ലേ? ഒരു സാധാരണ മെറ്റീരിയലാണ് ഗ്ലാസ്. ക്വാർട്സ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ക്വാർട്സ് പ്ലെയിൻ ഓഫ് പോളറൈസേഷനെ റൊട്ടേറ്റ് ചെയ്യിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ആൻഡ് ദിസ് ക്വാർട്സ് പ്ലേറ്റ് ഈസ് മെയ്ഡ് ആസ് എ ഹാഫ് വേവ് പ്ലേറ്റ്. ഹാഫ് വേവ് പ്ലേറ്റ് എന്താണ്? ഹാഫ് വേവ് പ്ലേറ്റ് introduces a path difference lambda by 2 or a phase difference pi. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊണ്ടുവരുന്ന പ്ലേറ്റ്, അതാണ് ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ തിക്നെസ് ചൂസ് ചെയ്താൽ മതി, അല്ല ഒരു കറക്റ്റ് തിക്നെസ് ചൂസ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ദ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഹാഫ് വേവ് പ്ലേറ്റാണ്, പ്ലേറ്റ് ആകുന്ന രീതിയിലുള്ള തിക്നെസ്സിലുള്ള ക്വാർട്സ്. ആൻഡ് ദ ഗ്ലാസ് തിക്നെസ് ഈസ് ചോസൺ സോ ദാറ്റ് it absorbs the same amount of light as the quartz. അപ്പോൾ ക്വാർട്സ് എത്ര ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നോ അതേ ലൈറ്റ് അബ്സോർബ് ചെയ്യത്തക്ക രീതിയിലുള്ള തിക്നെസ് ഉള്ള ഗ്ലാസ് മെറ്റീരിയൽ, അതാണ് ഗ്ലാസ് മെറ്റീരിയലിൻ്റെ തിക്നെസ്സിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഇതാണ് ഹാഫ് ഷെയ്ഡ് എന്ന് പറയുന്നത്, ലോറൻസ് ഹാഫ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന ഈ ഒരു 2 സെമി സർക്കിൾ. ആൻഡ് y ഡാഷ് ഇസ് ഒപ്റ്റിക് ആക്സിസ് ഓഫ് ക്വാർട്സ് പ്ലേറ്റ്. ക്വാർട്സ് പ്ലേറ്റിൻ്റെ ഒപ്റ്റിക് ആക്സിസ് ആണ് y ഡാഷ്. ഇപ്പം ഇവിടെ 2 ഡയറക്ഷനിലാണ് ലൈറ്റ് വന്നിരിക്കുന്നത്, അല്ലെ? CD ഉണ്ട്, അതുപോലെ AB ഉണ്ട്. സപ്പോസ് ദ ലൈറ്റ് ഈസ് എലോങ് CD. ഇപ്പോൾ CD ഡയറക്ഷനിലാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ N1 നിന്ന് പോളറൈസ്ഡ് ലൈറ്റാണ് വരുന്നത്. N1 നിന്ന് വരുന്ന പോളറൈസ്ഡ് ലൈറ്റിൻ്റെ പോളറൈസേഷൻ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് CD. ഇപ്പോൾ CD ഗ്ലാസ് ഒരു നോർമൽ മെറ്റീരിയൽ ആയതുകൊണ്ട് ഏതാണോ ആ ഒരു ആംഗിൾ അതേ ആംഗിളിൽ കൂടെ തന്നെ വരും, അല്ലേ? CD ഡയറക്ഷനിലായിരുന്നു വൈബ്രേഷൻ. N1 ശേഷം പോളറൈസ് ചെയ്തതിന് ശേഷം CD ഡയറക്ഷനിലായിരുന്നു വൈബ്രേഷൻ. സോ ഇറ്റ് എമേർജ്ഡ് ഔട്ട് ഓഫ് ദ ഡയറക്ഷൻ CD. ആൻഡ് ഗ്ലാസ് ഈസ് എ നോർമൽ മെറ്റീരിയൽ, സോ അഗെയിൻ ദ എമർജൻറ്റ് ഡയറക്ഷൻ ഈസ് ഓൾസോ CD. ബട്ട് ക്വാർട്സ് ഈസ് എ ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ. ഇപ്പോൾ ക്വാർട്സിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ക്വാർട്സിൽ നമ്മൾ CDക്ക് പാരലായിട്ടാണ് ഈ 6 കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ CD അല്ലെങ്കിൽ 6ൻ്റെ ഡയറക്ഷനിൽ ആണ് ലൈറ്റ് വരുന്നത് ക്വാർട്സിൽ. ബട്ട് ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു E ആൻഡ് O കമ്പോണൻറ്റ്. ഇപ്പോൾ ഇതൊരു ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽ ആയതുകൊണ്ട് 2 സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും, അല്ലേ? ഇയും
Oയും, E component and the O component. Then the quartz is a half wave plate. അപ്പോൾ ഹാഫ് വേവ് പ്ലേറ്റ് ആവുന്ന രീതിയിലുള്ള തിക്നെസ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ O will be reversed. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് അല്ലേ. ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് O കമ്പോണൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ O കമ്പോണൻറ്റ് ഏത് ഡയറക്ഷനിലായി? ഈ ഒരു യെല്ലോ ലൈൻ 180 ഡിഗ്രി തിരിഞ്ഞു യെല്ലോ ലൈൻ്റെ ഡയറക്ഷനിലായി. സോ വാട്ട് വിൽ ബി ദ ന്യൂ റിസൾട്ടൻറ്റ്? ഇപ്പോൾ പുതിയ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് ആർ പ്രൈം അല്ലേ. ആർ പ്രൈമിൻ്റെ ഡയറക്ഷൻ ഇതാണ്. സോ ദാറ്റ് ഇസ് വൈ എ ബി ഇസ് ഷോൺ ഇൻ ക്വാർട്സ്. ഇപ്പോൾ സി ഡി ഡയറക്ഷനിൽ വരുന്ന ലൈറ്റ്, ക്വാർട്സ് ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയലാണ്. അതുപോലെ ഹാഫ് വേവ് പ്ലേറ്റ് ആകാനുള്ള തിക്നെസ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ സി ഡിയിൽ വരുന്ന പ്ലെയിൻ ഓഫ് പോളറൈസേഷനുള്ള ലൈറ്റ് ക്വാർട്സിൽ കൂടെ കടന്നു വരുമ്പോൾ എ ബി വിൽ ബി ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. അതിൻ്റെ റീസണാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ഒരു സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണത് എ ബി ഡയറക്ഷനിൽ വരുന്നത് എന്നുള്ളതാണ്. And the intensity is given by Malus law. Malus law states I is equal to I0 cos square theta. N2-ൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിനും പോളറൈസേഷൻ ഡയറക്ഷനുമായിട്ടുള്ള ആംഗിളാണ് തീറ്റ. y ഡാഷ് ഇസ് ദ ഒപ്റ്റിക് ആക്സിസ് ഓഫ് ക്വാർട്സ് പ്ലേറ്റ്. ഇപ്പോൾ ക്വാർട്സ് പ്ലേറ്റിൻ്റെ ഒപ്റ്റിക് ആക്സിസ് ആണ് y dash. And then suppose the principal plane of N2 is parallel to y prime. N2 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ല. N2 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അനലൈസറാണ്. അപ്പോൾ N2നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിൻ y പ്രൈമിന് പാരലാക്കി വെച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എന്താണ്? y പ്രൈം. y പ്രൈം എന്ന ക്വാർട്സിൻ്റെ ഒപ്റ്റിക് ആക്സിസിന് പാരലാണ് ഇപ്പം N2ൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിൻ. ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഈസ് ഗിവൺ ബൈ I is equal to I0 cos square theta. അപ്പോൾ y ഡാഷ് ഡയറക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ദ ആംഗിൾ ടു സി ഡി ആൻഡ് എ ബി ഈസ് സെയിം അല്ലേ. എ ബി തീറ്റ ആംഗിളിലാണ് നിൽക്കുന്നത് y പ്രൈമിന്. അതുപോലെ സി ഡിയും സെയിം ആംഗിളിലാണ്, തീറ്റ ആംഗിളിലാണ് നിൽക്കുന്നത്. കോസ് സ്ക്വയർ ആയതുകൊണ്ട് പ്ലസും മൈനസും വന്നാലും കോസ് സ്ക്വയർ വിൽ ബി പോസിറ്റീവ്. സോ വെൻ ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ഓഫ് N2 ഈസ് പാരലൽ ടു y പ്രൈം. അപ്പോൾ N2നെ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ പ്രിൻസിപ്പൽ പ്ലെയിൻ y പ്രൈമിന് പാരലായിട്ട് വരുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ എ ബി ടു y prime and CD to y prime is same. So the intensity from or the brightness from glass side will be same as that of the brightness from the quartz side. ഇപ്പോൾ ഗ്ലാസിൻ്റെയും ക്വാർട്സിൻ്റെയും ബ്രൈറ്റ്നെസ് ഒരേപോലെ വരുന്ന പോയിൻ്റ് നോക്കുക. അല്ലാതെ സിറ്റുവേഷനിലെല്ലാം രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഗ്ലാസിൻ്റെ ഇൻറ്റൻസിറ്റി ഗ്ലാസ് ഹാഫിൽ കൂടെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ക്വാർട്സ് ഹാഫിൽ കൂടെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ y പ്രൈമിന് പാരലായിട്ട് പ്രിൻസിപ്പൽ പ്ലെയിൻ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ബോത്ത് വിൽ ബി ഈക്വലി ബ്രൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഈക്വലി ബ്രൈറ്റ് എന്ന പോയിൻ്റാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൺലി വൺ സിംഗിൾ പോയിൻറ്റ്. അപ്പോൾ N2 റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരൊറ്റ സിംഗിൾ പോയിൻറ്റിലേ അത് ഈക്വലി ബ്രൈറ്റ് ആയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഡാർക്ക്നെസ് പോലെ ഒരു അൺസർട്ടനിറ്റി അവിടെ ഇല്ല. പെർഫെക്റ്റ് ആയിട്ട് ബ്രൈറ്റ് ആവുന്ന പോർഷൻ നമുക്ക് വി ക്യാൻ ഇൻഫർ ദ പോയിൻറ്റ് ഫ്രം ഈക്വൽ ബ്രൈറ്റ്നെസ് ഓഫ് ഗ്ലാസ് ആൻഡ് quartzite, and that is Lorentz half shade polarimeter.